നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ തനുശ്രീ. പ്രധാന വാർത്തകൾ. കോൺഗ്രസ് നേതൃത്വത്തിനെതിരായ തുറന്നുപറച്ചിൽ അടഞ്ഞ അധ്യായമെന്ന് ചാണ്ടി ഉമ്മൻ. 2 ദിവസത്തെ സന്ദർശനത്തിനായി MK സ്റ്റാലിൻ കേരളത്തിലെത്തി. വെളുത്തപക്ഷ ഏകാദശി നാളിൽ പുനർജന്മം തേടി ആയിരങ്ങൾ തിരുവില്ലാമല പുനർജനി നൂഴാനെത്തി. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിന് വീടുകൾ നൽകുമെന്ന് പ്രഖ്യാപിച്ചവരുടെ യോഗം വൈകാതെ ചേരുമെന്ന് റവന്യൂ മന്ത്രി. യുക്രൈൻ യുദ്ധമുഖത്ത് കുടുങ്ങിയവരുടെ മോചനത്തിനായി സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് കെ അജിത് കുമാർ. യുക്രൈൻ യുദ്ധമുഖത്ത് കുടുങ്ങിയവരുടെ മോചനത്തിനായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് സുരേഷ് ഗോപി. നടിയെ ആക്രമിച്ച കേസ് മുൻ DGP R ശ്രീലേഖയ്ക്കെതിരെ അതിജീവിതയായ നടി. വാർത്തകൾ വിശദമായി. കോൺഗ്രസ് നേതൃത്വത്തിനെതിരായ തുറന്നുപറച്ചിൽ അടഞ്ഞ അധ്യായമെന്ന് ചാണ്ടി ഉമ്മൻ. കോൺഗ്രസ് നേതൃത്വത്തിനെതിരായ തുറന്നുപറച്ചിൽ വിവാദം അടഞ്ഞ അധ്യായമായെന്ന് ചാണ്ടിയുമ്മൻ MLA. ഉപതെരഞ്ഞെടുപ്പിന് ചുമതലകൾ തരാത്തതിൽ പരാതിയില്ലെന്ന് ചാണ്ടിയുമ്മൻ വിശദീകരിച്ചു. KPCC പ്രസിഡന്റ് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു. ഇനി പറയാനുള്ളതെല്ലാം പാർട്ടി വേദിയിൽ മാത്രമേ പറയുന്നുവെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലുമായി പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ചാണ്ടിയുമ്മൻ കൂട്ടിച്ചേർത്തു. ഉപതെരഞ്ഞെടുപ്പിന് ചുമതലകൾ നൽകില്ലെന്നത് വാസ്തവമാണ്. പക്ഷേ അതിനെതിരെ നേതൃത്വത്തെ വിമർശിച്ചതല്ലെന്ന് ചാണ്ടിയും പറഞ്ഞു. പ്രചാരണത്തിൽ എന്തുകൊണ്ട് സജീവമായില്ലെന്ന ചോദ്യത്തിനുള്ള ഉത്തരം പറയുക മാത്രമാണ് ചെയ്തത്. ഈ വിഷയത്തിൽ ഇനി പ്രതികരിക്കാനില്ലെന്നും വിവാദം അടഞ്ഞ അധ്യായമാണെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു. KPCC പ്രസിഡന്റ് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു. അദ്ദേഹത്തെ എല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്തു നിന്ന് മാറ്റിയപ്പോൾ പോലും വിമർശിച്ചിട്ടില്ല. ചിലർ ചില കഥകൾ മെനയുകയാണ്. അവർ കഥകൾ ഉണ്ടാക്കട്ടെ. ഇനി പറയാനുള്ളതെല്ലാം പാർട്ടി വേദിയിൽ പറയുമെന്നും ചാണ്ടിയുമ്മൻ കൂട്ടിച്ചേർത്തു. പാർട്ടി തീരുമാനങ്ങളെല്ലാം അംഗീകരിക്കുന്ന പ്രവർത്തകനാണ് താൻ. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഒരു പ്രശ്നവുമില്ല. രാഹുൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ എല്ലാ ഘട്ടത്തിലും വിളിച്ചിട്ടുണ്ടെന്നും ചാണ്ടിയുമ്മൻ പറഞ്ഞു. ഉപതെരഞ്ഞെടുപ്പിലടക്കം സുധാകരൻ മികച്ച പ്രവർത്തനം നടത്തിയിരുന്നുവെന്നും KPCC പ്രസിഡന്റ് സ്ഥാനത്ത് സുധാകരൻ തുടരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2 ദിവസത്തെ സന്ദർശനത്തിനായി MK സ്റ്റാലിൻ കേരളത്തിലെത്തി. 2 ദിവസത്തെ സന്ദർശനത്തിനായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ കേരളത്തിലെത്തി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ തമിഴ്നാട് മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ DMK പ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർ എത്തിയിരുന്നു. ഇന്ന് കുമരകത്ത് താമസിക്കുന്ന MK സ്റ്റാലിൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തും. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ അറ്റകുറ്റപ്പണി സംബന്ധിച്ച വിഷയം പിണറായി വിജയനുമായി ചർച്ച ചെയ്യുമെന്ന് സ്റ്റാലിൻ നേരത്തെ അറിയിച്ചിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിൽ തന്റെ പെരിയാർ പങ്കെടുത്തതിന്റെ ശതാബ്ദി ആഘോഷ സമാപനത്തിൽ പങ്കെടുക്കാനാണ് സ്റ്റാലിൻ കേരളത്തിൽ എത്തിയത്. നാളെ വൈക്കത്ത് നടക്കുന്ന വൈക്കം സത്യാഗ്രഹ ശതാബ്ദി സമാപന പരിപാടിയിൽ ഇരു മുഖ്യമന്ത്രിമാരും പങ്കെടുക്കും. തന്റെ പെരിയാർ സ്മാരകം ഉദ്ഘാടനം നാളെ നവീകരിച്ച തന്റെ പെരിയാർ സ്മാരകത്തിന്റെ ഉദ്ഘാടനവും തമിഴ്നാട് സർക്കാരിന്റെ വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും നാളെ MK സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്യും. ദ്രാവിഡ കഴക അധ്യക്ഷൻ K വീരമണി മുഖ്യാതിഥിയാകും. വൈക്കം വലിയ കവലയിലെ പെരിയാർ സ്മാരകം ഉദ്ഘാടനത്തിന് ശേഷം ബീച്ച് മൈതാനിയിൽ പൊതുസമ്മേളനം നടക്കും. വെളുത്തപക്ഷ ഏകാദശി നാളിൽ പുനർജന്മം തേടി ആയിരങ്ങൾ തിരുവില്ലാമല പുനർജനി നൂഴാനെത്തി. വെളുത്തപക്ഷ ഏകാദശി നാളിൽ പുനർജന്മം നേടി ആയിരങ്ങൾ തിരുവില്ലാമല പുനർജനി നൂഴാനെത്തി. പുലർച്ചെ തന്നെ പുനർജനി നൂഴൽ ചടങ്ങുകൾ ആരംഭിച്ചു. പൂജിച്ച നെല്ലിക്ക ഗുഹയിലേക്ക് ഉരുട്ടിയ ശേഷം കർപ്പൂരാരതി നടത്തി നൂഴൽ ആരംഭിച്ചു. പുനർജനി നൂഴാൻ തിരുവില്ലാമല ദേവസ്വം ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു. മലമുകളിൽ ദേവസ്വവും സേവാഭാരതിയും ലഘുഭക്ഷണവും കുടിവെള്ളവും ഒരുക്കിയിരുന്നു. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിന് വീടുകൾ നൽകാമെന്ന് പ്രഖ്യാപിച്ചവരുടെ യോഗം വൈകാതെ ചേരുമെന്ന് റവന്യൂ മന്ത്രി. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിന് വീടുകൾ നൽകുമെന്ന് പ്രഖ്യാപിച്ചവരുടെ യോഗം വൈകാതെ ചേരുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. പുനരധിവാസത്തിന് 100 വീടുകൾ നൽകുമെന്ന കർണാടക സർക്കാരിന്റെ കത്തിന് സംസ്ഥാനം മറുപടി നൽകിയില്ലെന്ന് ആരോപിച്ചുള്ള സിദ്ധരാമയ്യരുടെ കത്ത് ഇന്നലെ പുറത്തു വന്നിരുന്നു. ഇതിനുള്ള മറുപടി ഉടൻ നൽകും. സാങ്കേതികമായ കാര്യങ്ങൾ പറഞ്ഞ് തർക്കിക്കുന്നതിൽ യോജിപ്പില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. കർണാടകയുടെ പിന്തുണ സ്നേഹപൂർവ്വം ആവശ്യപ്പെടും. വീടുകൾ നൽകുമെന്ന് പ്രഖ്യാപിച്ചവരുടെ യോഗം ഉടൻ ചേരും. ഇത് വൈകാൻ കാരണം ഏറ്റെടുക്കാൻ ശ്രമം നടത്തിയ എസ്റ്റേറ്റുകളുമായി ബന്ധപ്പെട്ട കോടതി വ്യവഹാരങ്ങളാണ്. ഈ പ്രശ്നത്തിന് വൈകാതെ പരിഹാരമുണ്ടാകും. ആരുമായും സംസാരിക്കാനുള്ള വാതിൽ സർക്കാർ കൊട്ടിയടച്ചിട്ടില്ല. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് മാത്രമേ പുനരധിവാസം സാധ്യമാകൂ. സാങ്കേതിക കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് തർക്കിക്കുന്നത് അതിജീവനത്തിന് ഗുണകരമാകില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. ദുരന്തബാധിതർക്ക് പ്രതിദിനം 300 രൂപ ജീവനോപാധി നൽകുന്നത് ഈ ആഴ്ച പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു.
യുക്രൈൻ യുദ്ധമുഖത്ത് കുടുങ്ങിയവരുടെ മോചനത്തിനായി സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കെ അജിത് കുമാർ. തൃശൂർ സ്വദേശികളായ ബിനിൽ, ജെയിൻ എന്നിവർ ജോലിക്കെന്ന വ്യാജേന റഷ്യയിലേക്ക് പോയെങ്കിലും റഷ്യൻ പട്ടാളത്തിലെ ടെക്നിക്കൽ വിങ്ങിലേക്ക് എത്തി യുക്രൈൻ യുദ്ധമുഖത്ത് കുടുങ്ങിയ സംഭവം സംസ്ഥാനത്തെ നടുക്കത്തിലാക്കി. ഇവരുടെ മോചനത്തിനായി സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബാംഗങ്ങളും പ്രദേശവാസികളും രംഗത്തെത്തിയിട്ടുണ്ട്. DCC ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഏപ്രിൽ 4-ന് ഇലക്ട്രീഷ്യൻ പ്ലംബർ ജോലിക്കായാണ് ഇരുവരും റഷ്യയിലേക്ക് പോയത്. എന്നാൽ അവിടെ എത്തിയതോടെ അവരുടെ ഇന്ത്യൻ പാസ്പോർട്ടുകൾ കണ്ടുകെട്ടുകയായിരുന്നു. തുടർന്ന് ഇവരെ റഷ്യൻ മിലിറ്ററി സപ്പോർട്ട് സർവീസിന്റെ ഭാഗമായി യുദ്ധമേഖലയിലേക്ക് വിന്യസിച്ചെന്ന് ബിനിലിന്റെ ഭാര്യ ജോയ്സി പറഞ്ഞു. ഇന്നലെ തിങ്കളാഴ്ചയാണ് അവസാനമായിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളെ രക്ഷിക്കണം, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യേ, മോനെ നോക്കിക്കോളൂ, ഇനി വിളിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. യുദ്ധത്തിനെ കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞത് നമ്മളോട്. പിന്നെ ഇതുവരെ ഒരു മെസ്സേജോ ഫോൺ കോളോ വന്നിട്ടില്ല. നമ്മൾ കാത്തിരിക്കുകയാണ്, വിളിക്കും എന്നുള്ള പ്രതീക്ഷയിൽ. എത്രയും പെട്ടെന്ന് അവരെ എത്തിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവർക്ക് റഷ്യയിൽ പ്രതിമാസം 2 ലക്ഷം രൂപ ശമ്പളം വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും ഇതുവരെ പണം ലഭിച്ചിട്ടില്ല. കുടുംബാംഗങ്ങൾ ഏറെ ദുരിതത്തിലാണ്. സർക്കാർ അടിയന്തരമായി ഇടപെട്ട് ഇവരെ തിരികെ നാട്ടിലെത്തിക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. വിദേശകാര്യ മന്ത്രാലയം ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ കാര്യമായ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് കെ അജിത് കുമാർ ആരോപിച്ചു. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ തെക്കിങ്കര പഞ്ചായത്ത് കുത്തുപാറയിലുള്ള ബിനിൽ, ജെയിൻ എന്ന് പറയുന്ന 2 ചെറുപ്പക്കാരെ 8 മാസം മുമ്പ് റഷ്യൻ ആർമിയിലെ ടെക്നിക്കൽ കേഡറിലേക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാമെന്ന് തയ്യൂരുള്ള ഇവരുടെ ഒരു കുടുംബ സുഹൃത്ത് പറഞ്ഞതനുസരിച്ച് ആണ് അവർ വിസിറ്റിംഗ് വിസ എടുത്ത് റഷ്യയിലേക്ക് പോയത്. അവിടെ ചെന്ന് റിക്രൂട്ട്മെൻറ്റ് നടന്നാൽ പിന്നെ പെർമനൻറ്റ് വിസയും ജോലിയും 2 ലക്ഷം രൂപ ശമ്പളവും കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവരവിടെ പോയത്. പക്ഷേ 2-3 മാസം കഴിഞ്ഞിട്ടും ഈ പറഞ്ഞതൊന്നും സംഭവിക്കാതിരിക്കുകയും ശമ്പളമോ ഭക്ഷണം കഴിക്കാൻ പോലും പറ്റാത്തൊരു സ്ഥിതി വന്നപ്പോൾ ഇവർ പരാതി അവിടുന്ന് വീട്ടുകാരുമായിട്ട് പരാതി പറയുകയും ഇവിടുന്ന് പരാതി കൊടുക്കുകയും ചാനലുകൾ വാർത്ത വരികയൊക്കെ ചെയ്തു. പക്ഷെ 4 മാസമായിട്ടും ഇവർക്ക് നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള യാതൊരു സാഹചര്യം ഒരുങ്ങിയില്ല. ഇപ്പോൾ വീട്ടുകാർക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് അവർ ഉക്രൈനിൽ റഷ്യ പിടിച്ചെടുത്ത ഏതോ പ്രദേശത്താണ്. പ്രദേശം ഏതാണെന്ന് അവർക്കറിയില്ല. അവിടേക്ക് പട്ടാളത്തിന്, വാർ ഫ്രണ്ടിലുള്ള പട്ടാളത്തിന് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ജോലിയാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഭക്ഷണം എത്തിക്കുക, അല്ലെങ്കിൽ ആയുധങ്ങൾ എത്തിക്കുക, ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാഗമായി സപ്പോർട്ടിങ് ആർമി എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവർക്ക് ശമ്പളമില്ല, ഭക്ഷണം മാത്രമാണ് കിട്ടുന്നത്. ഗൗരവമായി ഇടപെട്ട് റഷ്യൻ പ്രസിഡൻറ്റുമായി സംസാരിച്ച് ഈ ഇന്ത്യക്കാരായ ആളുകൾ, അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു എഗ്രിമെൻ്റ് റഷ്യൻ സർക്കാരുമായിട്ട് ഉണ്ടാക്കിയാൽ മാത്രമേ പാസ്പോർട്ട് പോലും നഷ്ടപ്പെട്ടവർക്ക് ഇനി തിരിച്ചു വരാൻ കഴിയൂ. അതൊരു വലിയ ഇഷ്യൂ ആണ്. അപ്പോൾ അടിയന്തരമായി നമ്മുടെ MP-മാരും പ്രധാനമന്ത്രിയും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടുകയും നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ തിരിച്ചെത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും വേണം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് കേരള പ്രവാസി കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ബിജു ഇസ്മായിൽ ആവശ്യപ്പെടുന്നത്. സർക്കാർ ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കണമെന്നും ഇവരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കണമെന്നും മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് CH ഹരീഷ് ആവശ്യപ്പെട്ടു. ഒരിടവേള. പ്രായം എത്രയായാലും
തുടരുന്നു. യുക്രൈൻ യുദ്ധമുഖത്ത് കുടുങ്ങിയവരുടെ വീട്ടുകാരുടെ പരാതിയിൽ മോചനത്തിനായി എംബസി മുഖാന്തരം ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് സുരേഷ് ഗോപി. റഷ്യയിലേക്ക് യുദ്ധത്തിനായി മനുഷ്യക്കടത്ത്. തൃശൂർ സ്വദേശികളായ ജെയിൻ, ബിനിൽ എന്നിവരെ ജോലിക്കെന്ന് പറഞ്ഞ് എത്തിച്ച ശേഷം യുദ്ധരംഗത്തേക്ക് അയച്ചെന്നാണ് വീട്ടുകാർക്ക് ലഭിച്ച സന്ദേശം. വീട്ടുകാരുടെ പരാതിയിൽ മോചനത്തിനായി എംബസി മുഖാന്തരം ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. റഷ്യയിൽ കുടുങ്ങിയ തൃശൂർ കുറാഞ്ചേരി സ്വദേശികളായ ജെയിന്റെയും ബിനിലിന്റെയും മോചനത്തിനായി അധികാരികളുമായി ഇടപെട്ടു. ശനിയാഴ്ച രാത്രിയാണ് ബന്ധുക്കളുടെ അപേക്ഷ ലഭിച്ചത്. ഇന്നലെ തന്നെ എംബസിക്ക് ഇത് സംബന്ധിച്ച് കത്തയച്ചു. ഇതിൽ അവരുടെ മറുപടി ലഭിക്കണമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. നടിയെ ആക്രമിച്ച കേസിൽ മുൻ DGP R ശ്രീരേഖയ്ക്കെതിരെ അതിജീവിതയായ നടി കോടതിയലക്ഷ്യ ഹർജി നൽകി. നടിയെ ആക്രമിച്ച കേസിൽ മുൻ DGP R ശ്രീലേഖയ്ക്കെതിരെ അതിജീവിതയായ നടി കോടതി അലക്ഷ്യ ഹർജി നൽകി. കേസിൽ ദിലീപിനെതിരെ തെളിവില്ലെന്ന ശ്രീലേഖയുടെ പ്രസ്താവനയ്ക്കെതിരെയാണ് അതിജീവിതയായ നടിയുടെ ഹർജി. വിചാരണ കോടതിയിലാണ് നടി ഹർജി നൽകിയത്. നിരവധി തെളിവുകളുള്ള കേസിൽ തെളിവില്ലെന്ന് പറയുന്നത് കോടതി അലക്ഷ്യത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് ഹർജിയിലെ വാദം. ഹർജി ഇന്ന് കോടതി പരിഗണിച്ചേക്കും. വിശ്വപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശിക്ക് വൻ ഭക്തജന തിരക്ക്. വിശ്വപ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശിക്ക് വൻ ഭക്തജന തിരക്ക്. ഗുരുവായൂരിലെ ആണ്ടുവിശേഷങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് ഗുരുവായൂർ ഏകാദശി. വിപുലമായ ആഘോഷങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുള്ളത്. രാവിലെ 7 മുതൽ ആധ്യാത്മിക ഹാളിൽ ശ്രീമദ് ഗീതാപാരായണം ആരംഭിച്ചു. ഏകാദശി വ്രതമെടുക്കുന്നവർക്ക് പ്രത്യേക സദ്യ ഊട്ടുപുരയിൽ ഒരുക്കിയിരുന്നു. ഏകാദശി ദിനമായ ബുധനാഴ്ച കണ്ണനെ കണ്ട് തൊഴാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഗുരുവായൂരിൽ എത്തിയിരുന്നത്. ശങ്കരാചാര്യർക്കും വില്വമംഗലം സ്വാമിക്കും ഭഗവാൻ വിശ്വരൂപം ദർശനം നൽകിയത് ഏകാദശി നാളിലാണ് എന്നാണ് വിശ്വാസം. മഹാവിഷ്ണു ദേവി ദേവന്മാരോടൊപ്പം ഗുരുവായൂരിലേക്ക് എഴുന്നള്ളുന്നതും ഏകാദശി ദിനത്തിലാണ്. ഗോതമ്പ് ചോറ്, കാളൻ, പുഴുക്ക്, ഗോതമ്പ് പായസം എന്നിവയോടെയാണ് ഏകാദശി സദ്യ ഒരുക്കിയിരിക്കുന്നത്. വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് ഗുരുവായൂർ അതിവിശിഷ്ടമായി കൊണ്ടാടുന്നത്. മഹാഭാരത യുദ്ധസമയത്ത് ആയുധമെടുക്കാനാകാതെ പകച്ചു നിന്ന അർജുന് ഭഗവാൻ പാർത്ഥസാരഥി ഗീതോപദേശം നൽകിയത് ഈ ദിവസമാണെന്നും വിശ്വാസമുണ്ട്. ഗുരുവും വായുവും ചേർന്ന് ഗുരുവായൂരിൽ പ്രതിഷ്ഠ നേടിയെന്ന വിശ്വാസത്തിലാണ് ഈ സ്ഥലം ഗുരുവായൂർ എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. ദേവഗുരുവും വായുദേവനും ഈ ദിവസത്തിലാണ് പ്രതിഷ്ഠ നടത്തിയെന്നാണ് വിശ്വാസം. ഒരു വർഷത്തെ മുഴുവൻ ഏകാദശിയും അനുഷ്ഠാനിക്കുന്നതിലൂടെ തുല്യമാണ് ഗുരുവായൂർ ഏകാദശി എന്നാണ് പറയാറ്. ദശാവഹാരദോഷം, സർവ്വപാപങ്ങൾ എന്നിവ പരിഹരിക്കാൻ ഏകാദശി ദിനം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഉത്തമമാണെന്നും വിശ്വസിക്കപ്പെടുന്നു. മാടായി കോളേജുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്നത് പ്രാദേശിക പ്രശ്നമാണെന്ന് VD സതീശൻ. മാടായി കോളേജുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്നത് പ്രാദേശിക പ്രശ്നമാണെന്നും KPCC ഇടപെട്ട പ്രശ്നം സംസാരിച്ചു തീർക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ താൻ MK രാഘവനോടും കണ്ണൂർ ജില്ലാ പ്രസിഡന്റിനോടും സംസാരിച്ചിരുന്നു. പ്രശ്നം KPCC പ്രസിഡന്റുമായി ആലോചിച്ച് രമ്യമായി പരിഹരിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. അതേസമയം MK രാഘവനെതിരെ പ്രതിഷേധിച്ച വിമത വിഭാഗം നേതാക്കൾ കണ്ണൂർ ഗസ്റ്റ് ഹൌസിൽ VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. MK രാഘവനെ തടഞ്ഞതിന് സസ്പെൻഷൻ നേരിട്ട നേതാക്കളെയാണ് ഗസ്റ്റ് ഹൌസിലെത്തിയത്. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജും ചർച്ചയിൽ പങ്കെടുത്തു. പ്രതിപക്ഷ നേതാവിനോട് കാര്യങ്ങൾ പറഞ്ഞുവെന്നും കൂടിക്കാഴ്ചയിൽ തൃപ്തരാണെന്നും നേതാക്കൾ അറിയിച്ചു. ഒരിടവേള കൂടി. വർഷങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് എവിടെയും ഒരു ചർച്ചയും നിലവിൽ ആരംഭിച്ചിട്ടില്ലെന്ന് കെ മുരളീധരൻ. കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് എവിടെയും ഒരു ചർച്ചയും നിലവിൽ ആരംഭിച്ചിട്ടില്ലെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ എല്ലാ ഘടകമായും ചർച്ച ചെയ്തതിനു ശേഷം മാത്രം അത്തരം തീരുമാനങ്ങൾ എടുക്കൂ. അതിന്റെ പേരിൽ പരസ്യ പ്രസ്താവനകളോ വിവാദങ്ങളോ ആവശ്യമില്ലെന്ന വ്യക്തമായ നിർദ്ദേശം AICC നൽകിയിട്ടുണ്ട്. പാർട്ടിക്കകത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ ഒരു ഉന്നതാധികാര സമിതി ഉടൻ തന്നെ വിളിച്ചു ചേർക്കും. യോഗത്തിൽ വെച്ച് തന്നെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരമുണ്ടാക്കുമെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി. പുനഃസംഘടന നടന്നാൽ മാത്രമല്ലേ ആളുകളെ തഴഞ്ഞുവെന്നതിന് പ്രസക്തിയുള്ളൂ.
നടക്കാത്ത പുനഃസംഘടന എങ്ങനെയാണ് ആളുകളെ തഴഞ്ഞുവെന്ന് പറയുക? അഥവാ പുനഃസംഘടന നടക്കുമ്പോൾ അത് എല്ലാവരുമായി കൂടിയാലോചിച്ച് ഒരു തീരുമാനമുണ്ടാകും. അതിനാണ് KPCC യോഗം ചേരുന്നത്. എവിടെ നിന്നാണ് ഇപ്പോൾ പുനഃസംഘടന ചർച്ച ഉണ്ടായതെന്ന് തനിക്കറിയില്ല. ആരാണിതിൻ്റെ പിന്നിലെന്നറിയില്ല. ഇല്ലാത്തൊരു പുനഃസംഘടന എങ്ങനെയാണ് വന്നത്? ആരെങ്കിലും പടച്ചുവിടുന്നതാണോ എന്നും സംശയമുണ്ട്. ഒരു ഫോറത്തിലും ആരെയും പേരുകൾ ചർച്ച ചെയ്തിട്ടില്ല. കെ മുരളീധരൻ പറഞ്ഞു. കോൺഗ്രസിന്റെ MP-ക്കെതിരെ നടക്കുന്ന പരസ്യ പ്രതിഷേധം അംഗീകരിക്കാൻ കഴിയില്ല. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് DCC അറിയിക്കണമായിരുന്നു. നിയമത്തിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല. വിഷയത്തിൽ KPCC അധ്യക്ഷൻ ഉചിതമായ തീരുമാനമെടുക്കുമെന്നും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിന് പരിഗണന നൽകിയതായി അറിയില്ലെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. ലൈംഗികാതിക്രമ കേസിൽ നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകി. ലൈംഗിക അതിക്രമ കേസിൽ നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിലായിരുന്നു കേസ്. പരാതി നൽകിയതിന്റെ കാലതാമസം കൂടി പരിഗണിച്ചാണ് ഉത്തരവ്. പരാതി 17 വർഷം വൈകിയെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. 40-ലേറെ സിനിമകൾ ചെയ്ത അറിയപ്പെടുന്ന സംവിധായകനാണ് ബാലചന്ദ്ര മേനോനെന്നും കോടതി വ്യക്തമാക്കി. അന്തസ്സും അഭിമാനവും സ്ത്രീകൾക്കു മാത്രമല്ല പുരുഷന്മാർക്കുമുണ്ടെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. സിനിമാ ചിത്രീകരണത്തിനിടെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി ലൈംഗിക അതിക്രമം നടത്തിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു കേസെടുത്തത്. ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് ബാലചന്ദ്ര മേനോൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് നടിയുടെ ആരോപണം. വഞ്ചിയൂർ ഏരിയ സമ്മേളനത്തിൽ സ്റ്റേജ് കെട്ടിയത് വഞ്ചിയൂരിലെ പ്രധാന റോഡ് അടച്ചിട്ടല്ലെന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V. ജോയ്. വഞ്ചിയൂർ ഏരിയ സമ്മേളനത്തിൽ സ്റ്റേജ് കെട്ടിയത് വഞ്ചിയൂരിലെ പ്രധാന റോഡ് അടച്ചല്ലെന്ന് CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V. ജോയ്. ആമയിഴഞ്ചാൻ തോടിന്റെ ഭാഗത്തായുള്ള ബൈപ്പാസ് റോഡിലാണ് സ്റ്റേജ് നിർമ്മിച്ചതെന്നും എന്നാൽ സ്റ്റേജ് അവിടെ നിർമ്മിക്കേണ്ടതില്ലായിരുന്നുവെന്നുമാണ് പാർട്ടി നിലപാടെന്നും V. ജോയ് പറഞ്ഞു. വഞ്ചിയൂർ ഏരിയ സമ്മേളനത്തിൽ സ്റ്റേജ് കെട്ടിയത് വഞ്ചിയൂരിലെ പ്രധാന റോഡ് അടച്ചായിരുന്നു എന്ന് നേരത്തെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. വഞ്ചിയൂർ ഏരിയ സമ്മേളനത്തിൽ സ്റ്റേജ് കെട്ടിയതിനാൽ വഞ്ചിയൂരിലെ പ്രധാന റോഡ് അടച്ചുവെന്നും അത് ഗതാഗതത്തെ ബാധിച്ചുവെന്നും വാർത്തകൾ വന്നിരുന്നു. പല മാധ്യമങ്ങളും അത്തരത്തിൽ വാർത്ത നൽകി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന് മാധ്യമങ്ങളോട് മറുപടി നൽകുകയായിരുന്നു CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V. ജോയ്. ന്യൂസ് ഡെസ്ക് എനി ടൈം. മനുഷ്യാവകാശ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ പിൻവലിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ട് ദേശീയ മനുഷ്യാവകാശ സമിതി. അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ പിൻവലിക്കണമെന്ന് ലോക മനുഷ്യാവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി ദേശീയ മനുഷ്യാവകാശ സമിതി നടത്തിയ മനുഷ്യാവകാശ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സ്വേച്ഛാപരമായ അറസ്റ്റും വിചാരണയില്ലാതെ തടങ്കലാക്കലും മനുഷ്യാവകാശ വിരുദ്ധമാണെന്നിരിക്കെ ESMAയും UAPAയും മനുഷ്യാവകാശ വിരുദ്ധമാണെന്ന് സമ്മേളനം വിലയിരുത്തി. പ്രശസ്ത മാധ്യമപ്രവർത്തകൻ മോഹൻദാസ് പാറപ്പുറത്ത് ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോകം മുഴുവൻ ഭരണകർത്താക്കൾ മനുഷ്യാവകാശ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാസയെയും ഉക്രൈനെയും ആക്രമിക്കുന്ന ഭീകരപ്രവർത്തനങ്ങൾ മനുഷ്യാവകാശ സംരക്ഷണത്തിന് വെല്ലുവിളിയാണെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. മനുഷ്യാവകാശ സംരക്ഷണത്തിൽ സംഘടനകൾക്കും മാധ്യമപ്രവർത്തകർക്കും അഭേദ്യമായ പങ്കുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി എന്നതാണ് ഇപ്പോഴത്തെ തീം. നമ്മുടെ ഈ ദൈനംദിന ജീവിതത്തിൽ ഈ മനുഷ്യാവകാശത്തിൻ്റെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്നും ആ പ്രാധാന്യത്തെ അംഗീകരിക്കാനുള്ള ശ്രമം നമ്മൾ എത്രത്തോളം ചെയ്യുന്നുണ്ട് എന്നും ഊന്നിപ്പറയിലാണ് ഇതേ ദിനത്തിൽ നമ്മളൊക്കെ കൂടുമ്പോഴും നമ്മൾ ഓരോരുത്തരും അതിന് ഊന്നിപ്പറയുകയും ചെയ്യുന്നത് ഈ ദിനത്തിലാണ്. അത് കഴിഞ്ഞാൽ പിന്നെന്തുണ്ടാവും എന്നറിയില്ല. അടുത്ത ഡിസംബർ 10 വരെ നമ്മൾ അതനുസരിച്ച് ഭരണഘടന നമുക്കതൊക്കെ ഉറപ്പു തരുന്നുണ്ട്. ഒരു മനുഷ്യൻ സ്വതന്ത്രനായിട്ട് ജനിക്കുമ്പോൾ തന്നെ അയാൾക്ക് സ്വതന്ത്രമായി ജീവിക്കാനും ഈ ലോകത്തിലെ എല്ലാ വിഭവങ്ങളെയും ആസ്വദിക്കാനുള്ള അവകാശം കിട്ടുന്നുണ്ട്. പക്ഷേ എത്രത്തോളം അത് പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയം. ദേശീയ ചെയർമാൻ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു.
ന്യൂനപക്ഷങ്ങൾക്കു നേരെയുള്ള കടന്നാക്രമണമാണ് ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രശ്നമെന്ന് അദ്ദേഹം പറഞ്ഞു. അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമവും മനുഷ്യാവകാശ സംരക്ഷണവും എന്ന വിഷയത്തിൽ അദ്ദേഹം പ്രഭാഷണം ചെയ്തു. അത് 1948 മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലെ 30 പ്രഖ്യാപനം നടത്തുകയാണ്. 1 മുതൽ 30 വരെ ഇനങ്ങളായിട്ട് പ്രഖ്യാപനത്തിൽ പറയുന്നത്. ഒന്നാമത്തെ പ്രഖ്യാപന വിഷയത്താണ്. ആ 30 പ്രഖ്യാപനത്തെ അടിസ്ഥാനമാക്കി UN തയ്യാറാക്കിയിട്ടുള്ള ഒരു നിയമമാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശം. ആ 30 പ്രഖ്യാപനം തന്നെയാണ് വേറെ വിധത്തിൽ ഈ മനുഷ്യാവകാശം അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമമായി UN അംഗീകരിച്ചിട്ടുള്ളതും അത് നടപ്പാക്കിയിട്ടുള്ളത്. അത് 48 ശേഷമാണെന്ന് മാത്രമേ ഉള്ളൂ. 48 മനുഷ്യാവകാശ പ്രഖ്യാപനം വരുന്നു. അതിനുശേഷം UN പല യോഗങ്ങളും കൂടി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1966 ശേഷമാണ് 66 പൊളിറ്റിക്കൽ ആൻഡ് സിവിൽ കവനന്റ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ കവനന്റ് എന്ന് പറയുന്ന ഒരു യോഗത്തിൽ വെച്ചാണ് ഈ മനുഷ്യാവകാശ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമത്തിന് രൂപം കൊടുത്തത്. എന്ന് പറയുന്നത് ഇത് തന്നെ വേറെ വിധത്തിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യാസപ്പെടുത്തി അതിൽ ഓരോ പ്രഖ്യാപനത്തിലും പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് വ്യക്തമാക്കി, എന്താണ് നമ്മുടെ മനുഷ്യാവകാശം എന്നുള്ളത് വ്യക്തമാക്കി പറയുന്നത് ആ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമത്തിനാണ്. KA ഗോവിന്ദൻ, V ഗോപകുമാർ, ഡേവിസ് കണ്ണമ്പുഴ, ജോൺസൺ കുന്നംപള്ളി, TN നമ്പീശൻ, അബ്രഹാം കൂള, വർഗീസ് സത്താണി എന്നിവർ പ്രസംഗിച്ചു. അതോടനുബന്ധിച്ച് നടന്ന ജില്ലാ സമ്മേളനം നാഷണൽ കോഓർഡിനേറ്റർ ജോർജ് തോമസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി KS സിദ്ദീഖ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നാഷണൽ ട്രഷറർ ഉഷ രാമചന്ദ്രൻ തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തു. കഥാകൃത്ത് നിഖിൽ VM സെക്രട്ടറിയിൽ നിന്നും അംഗത്വം സ്വീകരിച്ചു. ജില്ലാ ഭാരവാഹികളായി അബ്രഹാം കൂള, സാലി തോമസ്, KS സിദ്ദീഖ്, ബഷീർ M, വർഗീസ് സത്താണി, KR രാജു, PG പുതിരുത്തി എന്നിവരെ തെരഞ്ഞെടുത്തു. ഉഷ രാമചന്ദ്രൻ സ്വാഗതവും സാലി തോമസ് നന്ദിയും പറഞ്ഞു. തൊഴിലുറപ്പിൽ മുന്നേറി വടക്കാഞ്ചേരി നഗരസഭ. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം 2024-25 സാമ്പത്തിക വർഷത്തിൽ 45,045 തൊഴിൽ ദിനങ്ങൾ പിന്നിട്ട് വടക്കാഞ്ചേരി നഗരസഭ 1.5 കോടി രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിവിധ പ്രവൃത്തികൾക്കായി വിനിയോഗിച്ചത്. വിദ്യാലയങ്ങളെ കാർബൺ ന്യൂട്രൽ ആക്കുന്നതിനായി 500 മുളന്തൈകൾ ഉപയോഗിച്ചുള്ള പച്ചത്തുരുത്ത് നിർമ്മാണം, ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഔഷധ സസ്യങ്ങളുടെ പച്ചത്തുരുത്ത് എന്നിവ തൊഴിലുറപ്പിലൂടെ യാഥാർത്ഥ്യമായി. പാതയോരങ്ങളിലെ നവീകരണം, ദിനംതോറുമുള്ള ശുചീകരണം, പരിപാലനം, നഗരസഭയിലെ 2 ടേക്ക് ബ്രേക്ക്, പ്രളയത്തെ തുടർന്ന് തകർന്ന 18 പാടശേഖരങ്ങളുടെ നവീകരണം, നീർച്ചാലുകൾ വീണ്ടെടുക്കൽ, വാഴാനി ഇറിഗേഷൻ കനാൽ ആഴംകൂട്ടി സംരക്ഷണം, സുഭിക്ഷ കേരളത്തിന്റെ ഭാഗമായി ഭൂവികസനം എന്നിങ്ങനെ നിരവധി പ്രവർത്തനങ്ങളാണ് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നഗരസഭ പൂർത്തീകരിച്ചത്. 1200 തൊഴിലുറപ്പ് തൊഴിലാളികളാണ് പ്രവൃത്തികളുടെ ഭാഗമായത്. 100ഓളം ക്ഷീര കർഷകർക്ക് തൊഴിലുറപ്പ് വേതനവും നഗരസഭ നൽകി വരുന്നുണ്ട്. കേന്ദ്ര പാർപ്പിട നഗരകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന രാജ്യത്തെ ഏറ്റവും വലിയ ശുചിത്വ സർവേകളിലൊന്നായ സ്വച്ഛ് സർവേക്ഷന്റെ ഭാഗമായുള്ള നഗര സൗന്ദര്യവൽക്കരണത്തിലും തൊഴിലുറപ്പിന്റെ കൈസാന്നിധ്യമുണ്ട്. കാഷേനെറ്റ് പദ്ധതി പ്രകാരം ഈ വർഷം 5000ഓളം കശുമാവിൻ തൈകളാണ് വിതരണം ചെയ്യുന്നത്. ഇതിൽ 2000ഓളം തൈകൾ ഗുണഭോക്താക്കൾക്ക് നൽകി. മുൻ വർഷങ്ങളിൽ ഫലവൃക്ഷ തൈകൾ, മാങ്കോസ്റ്റിൻ നഗരം, ചങ്ങാലിക്കോടൻ പൈതൃക സംരക്ഷണം എന്നീ പദ്ധതികൾ നഗരസഭ വിജയകരമായി പൂർത്തീകരിച്ചിരുന്നു. തൊഴിലുറപ്പ് പദ്ധതി നടത്തിപ്പിലെ മികവ് പരിഗണിച്ച് സംസ്ഥാന സർക്കാരിന്റെ അയ്യങ്കാളി തൊഴിലുറപ്പ് പുരസ്കാരം 2021-22, 22-23 വർഷങ്ങളിൽ കരസ്ഥമാക്കിയ നഗരസഭ കൂടിയാണ് വടക്കാഞ്ചേരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോൺഗ്രസ് നേതൃത്വത്തിനെതിരായ തുറന്നുപറച്ചിൽ അടഞ്ഞ അധ്യായമെന്ന് ചാണ്ടി ഉമ്മൻ. 2 ദിവസത്തെ സന്ദർശനത്തിനായി MK സ്റ്റാലിൻ കേരളത്തിലെത്തി. വെളുത്തപക്ഷ ഏകാദശി നാളിൽ പുനർജന്മം തേടി ആയിരങ്ങൾ തിരുവില്ലാമല പുനർജനി നൂഴാനെത്തി. ചൂരൽമല മുണ്ടക്കൈ പുനരധിവാസത്തിന് വീടുകൾ നൽകുമെന്ന് പ്രഖ്യാപിച്ചവരുടെ യോഗം വൈകാതെ ചേരുമെന്ന് റവന്യൂ മന്ത്രി. യുക്രൈൻ യുദ്ധമുഖത്ത് കുടുങ്ങിയവരുടെ മോചനത്തിനായി സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് K അജിത് കുമാർ. യുക്രൈൻ യുദ്ധമുഖത്ത് കുടുങ്ങിയവരുടെ മോചനത്തിനായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് സുരേഷ് ഗോപി. നടിയെ ആക്രമിച്ച കേസ് മുൻ DGP R ശ്രീലേഖയ്ക്കെതിരെ അതിജീവിതയായ നടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.